പാടാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാ പോരെ. വെറുതെ എന്തിനാ ഈ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാട്ടൊക്കെ എടുത്ത് പാടി നശിപ്പിക്കണം. നീ വെറും ഒരു പൂച്ച. എന്താ നിന്റെ വിചാരം? ഏതായാലും ഇവൻ ഈ പാട്ട് പാടിയ സ്ഥിതിക്ക് ആ പടത്തെക്കുറിച്ചൊന്ന് പറയാം. അല്ലെങ്കിൽ ഈ പടത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. മഹേഷിന്റെ പ്രതികാരം കേട്ട് കാണുമായിരിക്കും എല്ലാവരും. നവാഗതനായ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ഈ വർഷത്തെ രണ്ടാമത്തെ ഫഹദ് ഫാസിൽ റിലീസാണ് മഹേഷിന്റെ പ്രതികാരം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഹേഷിന് എന്തോ പ്രതികാരമുണ്ടെന്നും അതിലേക്കുള്ള ഒരു യാത്രയാണ് ഈ 2.5 മണിക്കൂർ നീളുന്ന ഫുൾ മൂവി എന്നുമാണ്. എന്നാൽ ഞാൻ അറിഞ്ഞ അങ്ങനെയല്ല. മഹേഷ് ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇടുക്കിയിലെ ഒരു സാധാരണ ഫോട്ടോഗ്രാഫർ. അതിനെ സംബന്ധിച്ചുള്ള കഥയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പൊട്ടത്തരാരാ പറഞ്ഞത്? രണ്ട് ശരിയല്ലേ? ഇടുക്കിയിലെ ഫോട്ടോഗ്രാഫറുമാണ്, അതുപോലെ മഹേഷിന് പ്രതികാരമുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാരണം ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ സത്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് ഒടുക്കത്തെ ഹിറ്റാണ് യൂട്യൂബിലൊക്കെ. ശരിയാണ് കേട്ടോ, രണ്ട് പാട്ടൊന്നുമല്ല, ഒരു ട്രെയിലർ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. പിന്നെ മലയാളികളുടെ സുപരിചിതമായ നടി അനുശ്രീ തന്നെയാണ് ഇവിടെയും ഫഹദ് ഫാസിലിനെ പെയർ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരു ട്രെയിലർ കണ്ടിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടില്ല. ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ട്രെയിലർ തന്നെ ഇത്രയും ചിരിക്കുമ്പോൾ പടം എന്നായിരിക്കും? റഫീഖ് അഹമ്മദും സന്തോഷ് വർമ്മയും രചിച്ച ഗാനങ്ങൾക്ക് ബിജിപാലാണ് ഈണം പകർന്നിരിക്കുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞ ഗാനം അത് ഇടുക്കിയിലെ തനി മാനരസങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഗാനമാണ്. ഏതായാലും ഇടുക്കി ഗോൾ എന്ന ചിത്രത്തിന് ശേഷം ഇടുക്കിയെ പ്രതിപാദിക്കുന്ന ഈ ചിത്രം എത്രത്തോളം തിയേറ്ററിൽ നിന്നും പെർഫോമൻസ്. ചിത്രത്തിന്റെ എഴുത്തുകുത്ത് പരിപാടികൾ നടത്തിയിരിക്കുന്നത് ശ്യാം പുഷ്കരനാണ്. പിന്നെ ക്യാമറയും കൊണ്ട് ഓടിയത് ഷൈജു ഖാലിദാണ്. എന്തുവാ ഇങ്ങനെയൊക്കെ പറയാം? സോറി, എല്ലാരും ക്ഷമിക്കണം. ഇവൻ ഉദ്ദേശിച്ച തിരക്കഥയും ഛായാഗ്രഹണമാണ് കേട്ടോ. ചിത്രം റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി 5-ാം തീയതിയാണ്. ഈ മാസത്തെ രണ്ടാമത്തെ റിലീസായിട്ടാണ് മഹേഷിന്റെ പ്രതികാരം നിശ്ചയിച്ചിരിക്കുന്നത്. 15-ാമത്തെ വർഷം ഫഹദ് ഫാസിൽ അത്ര നന്നായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷത്തെ ഒരു പ്രതീക്ഷയാണ് ചിത്രം. എന്തായാലും ഒരു കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇടുക്കിയിലെ എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ്. അപ്പൊ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്യുന്ന ആഷിഖ് കപൂർ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആഷിഖ് കപൂറിന് എന്തോ ഇടുക്കിയോട് പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് എനിക്ക്. അപ്പൊ ചിത്രം നല്ലതാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കുക. സേവ നടത്തി കാണിട്ടത് അത് തെറ്റല്ലേ? മണ്ടൻ CD അല്ലടാ, CD അല്ല. തിയേറ്ററിൽ പോയി ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ടിങ്ങനെ എല്ലാം കൂടെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടന്നില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്.